നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള നമ്മുടെ ഭരണഘടനാ പരമ്പരയുടെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പും അധികാരങ്ങളുമൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദമായി സംസാരിച്ചു, അല്ലേ? ഇന്ന് നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ 52 മുതൽ 62 വരെയുള്ള ഈ സീരീസിലെ അവസാനത്തെ, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിളുകൾ നോക്കാൻ പോവുകയാണ്. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ, അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് നടപടിക്രമം, പിന്നെ രാഷ്ട്രതലവന്റെ കസേര ഒരു നിമിഷം പോലും ഒഴിഞ്ഞുകിടക്കില്ലെന്ന് നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഉറപ്പാക്കുന്നത് എന്നും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 3 കാര്യങ്ങളാണ്. രാഷ്ട്രപതിയുടെ ആ പവിത്രമായ വാഗ്ദാനം, അതായത് സത്യപ്രതിജ്ഞ, പിന്നെ ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ടാൽ എന്തു ചെയ്യും, അതിനുള്ള ഏറ്റവും വലിയ ഒരു തിരുത്തൽ ശക്തിയാണ് ഇംപീച്ച്മെന്റ്. ഒടുവിൽ അധികാരത്തിലൊരു ചെറിയ വിടവ് പോലും വരാതിരിക്കാൻ ഭരണഘടന ഒരുക്കിയിട്ടുള്ള കരുതൽ. ചുരുക്കി പറഞ്ഞാൽ എന്താ? ഒരു വാഗ്ദാനം, ഒരു തിരുത്തൽ, ഒരു കരുതൽ. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. രാഷ്ട്രപതിയുടെ യാത്രയിലെ ആദ്യത്തെ ഘട്ടം, ആർട്ടിക്കിൾ 60, സത്യപ്രതിജ്ഞ. ഇതൊരു വെറും ചടങ്ങല്ല കേട്ടോ. ഇത് രാഷ്ട്രത്തോടും ഈ രാജ്യത്തെ ഓരോ പൗരനുമുള്ള ഒരു അടിസ്ഥാനപരമായ വാഗ്ദാനമാണ്. ഈ സത്യപ്രതിജ്ഞയിലെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും എന്റെ കഴിവിന്റെ പരമാവധി ഭരണഘടനയെയും നിയമത്തെയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് വെറുതെ ഒരു പേപ്പർ നോക്കി വായിക്കുന്ന കുറച്ച് വാക്കുകളല്ല. ഇത് രാഷ്ട്രപതി രാജ്യത്തിന്റെ പരമോന്നത നിയമമായ ഭരണഘടനയ്ക്ക് നൽകുന്ന ഒരു വ്യക്തിപരമായ ഉറപ്പാണ്. ഒരു കരാർ പോലെ, ഞാൻ ഈ ഭരണഘടനയുടെ കാവലാളായിരിക്കും എന്ന ഒരു കരാർ. അപ്പോൾ ഈ പ്രതിജ്ഞയെ നമുക്ക് 3 പ്രധാന വാഗ്ദാനങ്ങളായിട്ട് തിരിക്കാം. 1. താൻ ഇരിക്കുന്ന പദവിയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തും. 2. ഇതാണ് ഏറ്റവും പ്രധാനം, ഭരണഘടനയെയും നിയമങ്ങളെയും സംരക്ഷിക്കും, നിലനിർത്തും, പ്രതിരോധിക്കും. അതായത് ഭരണഘടനയുടെ ആത്മാവ് കാത്തുസൂക്ഷിക്കും. 3. ഇന്ത്യയിലെ ജനങ്ങളുടെ സേവനത്തിനും ക്ഷേമത്തിനുമായി സ്വയം അങ്ങ് സമർപ്പിക്കും. ഈ 3 തൂണുകളിലാണ് രാഷ്ട്രപതി എന്ന ആ വലിയ പദവിയുടെ അടിത്തറ കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. ഇനിയൊരു രസകരമായ കാര്യം, ആരാണ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതെന്നറിയാമോ? അത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി. ഒന്നാലോചിച്ചു നോക്കൂ, ആ ചടങ്ങിന് അത് നൽകുന്ന ഗൗരവം എത്ര വലുതാണെന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് പദവിയെ രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ പദവിയുമായി ബന്ധിപ്പിക്കുകയാണ് അവിടെ. ശരി, നമ്മൾ ആ വാഗ്ദാനം കണ്ടു. ഇനി ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മളെ ആർട്ടിക്കിൾ 61ലേക്ക് കൊണ്ടുവരുന്നത്, ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അതീവ ഗൗരവമേറിയ ഒരു ഭരണഘടനാ നടപടി. ഒരേയൊരു കാരണത്താൽ മാത്രമേ ഇത് തുടങ്ങാൻ പോലും സാധിക്കൂ, ഭരണഘടനാ ലംഘനം, അത്രമാത്രം. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ ഇംപീച്ച്മെന്റ്? വളരെ ലളിതമായി പറഞ്ഞാൽ, രാഷ്ട്രപതി ഭരണഘടന ലംഘിച്ചുവെന്ന് പാർലമെന്റിന് തോന്നിയാൽ അവർ ഔദ്യോഗികമായി കുറ്റം ചുമത്തുന്ന ഒരു പ്രക്രിയയാണിത്. ഇതൊരു വെറും രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് ഒരു തരം കോടതി നടപടി പോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു അർദ്ധനീതിന്യായ നടപടി എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ നടപടിക്രമം കുറച്ച് സങ്കീർണമാണ്, എന്നാലും ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് ഓരോ ഘട്ടമായി നോക്കാം. ആദ്യം പാർലമെന്റിന്റെ ഏത് സഭയ്ക്ക് വേണമെങ്കിലും ഇത് തുടങ്ങിവയ്ക്കാം, ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ. പക്ഷേ അതിന് ആ സഭയിലെ 4/1 അംഗങ്ങൾ ഒപ്പിട്ട ഒരു പ്രമേയം വേണം, അതും 14 ദിവസം മുൻപ് നോട്ടീസ് കൊടുത്തിട്ട്. അടുത്തതായി ആ പ്രമേയം സഭയിലെ മൊത്തം അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാകണം. അവിടെയും തീർന്നില്ല, മറ്റേ സഭ ഒരു അന്വേഷണ സംഘമായി മാറും. അതായത് ഒരു സഭ കുറ്റം ചുമത്തുന്നു, മറ്റേ സഭ അത് അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിൽ രാഷ്ട്രപതിക്ക് നേരിട്ട് വന്ന് തന്റെ ഭാഗം പറയാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. അവസാനം അന്വേഷണം നടത്തിയ ആ സഭയും അതേ 2/3 എന്ന ഭീമമായ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കിയാൽ കഴിഞ്ഞു. ആ നിമിഷം രാഷ്ട്രപതി പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഈ 2/3 എന്ന സംഖ്യയുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം. ഇതൊരു ചെറിയ കളിയല്ല. ശ്രദ്ധിക്കണം, ഇത് അന്ന് സഭയിൽ വന്ന് വോട്ട് ചെയ്തവരുടെ ഭൂരിപക്ഷമല്ല, സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3. അതൊരു ഭയങ്കര വലിയ കടമ്പയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൂപ്പർ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ നിയമം പാസാക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടാണത്. എന്തിനാണിത് ഇത്രയധികം കഠിനമാക്കിയിരിക്കുന്നത്? അതിന് വളരെ ലളിതവും എന്നാൽ അതിബുദ്ധിപരമായൊരു കാരണമുണ്ട്. വെറും രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വേണ്ടി ഈ വലിയ അധികാരം ദുരുപയോഗം ചെയ്യരുത് എന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതൊരു അവസാനത്തെ ആയുധമാണ്, വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒന്ന്. രാഷ്ട്രപതി പദവിയുടെ സ്ഥിരത ഉറപ്പാക്കുക, അതാണ് ലക്ഷ്യം. ശരി, ഇനി ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ആർട്ടിക്കിളിലേക്ക് കിടക്കാം, ആർട്ടിക്കിൾ 62.
ഇത് മുഴുവനും ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ്. അതായത് രാജ്യത്തിന്റെ തലപ്പത്ത് ഒരു അധികാരശൂന്യതയുണ്ടാകാൻ പാടില്ല എന്നുറപ്പിക്കുന്നതിനെക്കുറിച്ച്. രാഷ്ട്രപതിയുടെ കസേര ഒരിക്കലും ഒഴിഞ്ഞുകിടക്കില്ലെന്ന് ഭരണഘടന ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആർട്ടിക്കിൾ 62 രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഒരു രാഷ്ട്രപതിയുടെ 5 വർഷത്തെ കാലാവധി സാധാരണ പോലെ അവസാനിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ നിലവിലെ രാഷ്ട്രപതിയുടെ കാലാവധി തീരുന്നതിനു മുൻപ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരിക്കണം. അധികാരം സുഗമമായി കൈമാറുന്നു. ഇനി രണ്ടാമത്തെ സാഹചര്യം, മരണം, രാജി അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് കാരണം പെട്ടെന്നൊരു ഒഴിവ് വന്നാൽ. അപ്പോൾ ഒരു ക്ലോക്ക് ഓണാകും. 6 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. കണ്ടോ, ഒരു നിമിഷം പോലും ആ കസേര ഒഴിഞ്ഞുകിടക്കില്ല. ആർട്ടിക്കിൾ 62 ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരൊഴിവിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ രാഷ്ട്രപതി പഴയ ആളുടെ ബാക്കി കാലാവധി പൂർത്തിയാക്കുകയല്ല ചെയ്യുന്നത്. അല്ല, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായൊരു പുതിയ 5 വർഷത്തെ കാലാവധി തന്നെ ലഭിക്കും. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു രാഷ്ട്രപതിയെപ്പോലും ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കിയിട്ടില്ല. ആ നടപടിക്രമം ഒരിക്കൽ പോലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഈ അതിശക്തമായ ഭരണഘടനാ അധികാരം, രാഷ്ട്രപതി എന്ന പദവിയുടെ സ്ഥിരതയെയും പവിത്രതയെയും കുറിച്ച് നമ്മളോടെന്താണ് പറയുന്നത്? ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതല്ലേ? അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക, പഠിക്കുക.